ഹലോ ഗൈസ്, ബിഗ് ബോസിലെ ആദ്യത്തെ 10 കണ്ടസ്റ്റൻറ്റ് ആരാ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ എൻ്റെ കൂടെ പിടിച്ചോളൂ. അടുത്തതായിട്ട് 11ാമതായിട്ട് നമ്മുടെ ബിഗ് ബോസിലോട്ട് കയറുന്നത് രഞ്ജിത്താണ്. അതായത് നമ്മുടെ ഏഷ്യാനെറ്റിലെ മുൻഷി എന്ന പ്രോഗ്രാമിലൂടെയും സീരിയലിലൂടെയും ഒക്കെ നമ്മൾ ആക്ടിങ്ങിലൂടെയൊക്കെ നമുക്ക് പരിചിതനായിട്ടുള്ളതാണ്. പുള്ളിക്കാരനെ എനിക്ക് ആദ്യമേ ഓർമ്മ ഇരുന്നല്ലോ കേട്ടോ. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഏഷ്യാനെറ്റിൽ അങ്ങോട്ട് നടന്ന സമയത്ത് എല്ലാവരും പുള്ളിക്കാരനെ പൊരിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഒരാളാണ്. അപ്പം എനിക്ക് അതുകൊണ്ട് അങ്ങനെ ചെയ്ത ഒരു ഇതായതുകൊണ്ട് എൻ്റെ മനസ്സിൽ ആ ഒരു വ്യക്തിയെ പെട്ടെന്ന് എനിക്ക് അങ്ങനെയാണ് ഓർമ്മ വരുന്നത്. പുള്ളിക്കാരൻ വന്ന ഉടനെ കാര്യങ്ങൾ എന്തായാലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഞാൻ അതിൽ നിന്ന് വരുന്ന വലിയൊരു എമൗണ്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് തന്നെ കയറിയത് ഒന്നും അധികം വിട്ടുകൊടുക്കുന്ന ആളായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അടുത്തതായിട്ട് 12ാമതായിട്ട് നമുക്ക് കയറിയിരിക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസ്ലി എന്ന് പറയുന്ന ഒരു ആക്ടറാണ്. അപ്പം പുള്ളിക്കാരി വലിയ പരിചയമൊന്നുമില്ല. ഇനി നമുക്ക് പരിചയപ്പെടാലോ, കയറിയിരിക്കുന്നത് ബിഗ് ബോസിലാണല്ലോ, അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് പരിചയം വരുമല്ലോ. അതേപോലെ തന്നെ പുള്ളിക്കാരി മുംബൈയിലൊക്കെ നേരത്തെ ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ എല്ലാം പയറ്റി തെളിഞ്ഞു വന്ന ഒരാളായതുകൊണ്ട് നമുക്കിനി കാണാം. പുള്ളിക്കാരി കൂടുതൽ അറിയണമെങ്കിൽ ഇനി ബിഗ് ബോസിലൂടെ തന്നെ അറിയാം. അടുത്തതായിട്ട് 13ാമതായിട്ട് കയറിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സരികയാണ്. അതായത് നമ്മൾ പല ഇൻ്റർവ്യൂവിലും യൂട്യൂബ്സിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിട്ടാണ് പറഞ്ഞത് ബിഗ് ബോസിൽ പരിചയപ്പെടുത്തിയത് ആ രീതിയിലാണ്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ലൈഫിലും ഓവർകം ചെയ്തു വരുന്നവരെയും ഇൻ്റർവ്യൂ ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ട്. എനിക്കെന്താ പുള്ളിക്കാരി അവരെ വെച്ച് പൊരിക്കുക എന്നൊക്കെയാണ് പുള്ളിക്കാരി വാദിക്കുന്നെങ്കിലും എനിക്കങ്ങനെ പൊതുവെ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇവർക്ക് തോന്നുന്ന കുറേ കാര്യങ്ങളും കേട്ടതും എല്ലാം കൂടെ അവരെ ഓരോന്ന് പറയാനായിട്ട് ഉപയോഗിക്കുക, എന്നിട്ട് ഞാൻ അവരെ പൊരിച്ചെടുക്കുക എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുക എന്നതെന്ന് ചോദിച്ചാൽ അതെനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം പുള്ളിക്കാരി എനിക്ക് പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. ഇനി ബാക്കിയുള്ള നമ്മൾ ബിഗ് ബോസിലൂടെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ കാണാം. നമുക്ക് നോക്കാം അല്ലേ. അടുത്തത് നമുക്ക് 14ാമത്തെ കയറിയിരിക്കുന്നത് നമ്മുടെ കുങ്കുമപൂവിലെ രുദ്രനാണ്. കാരണം ആ ഒരു പേരിലേ നമുക്ക് പുള്ളിക്കാരനെ അറിയാൻ പറ്റുന്നുള്ളൂ. പുള്ളിക്കാരൻ്റെ പേര് ഷാനവാസാണ് കേട്ടോ. കുങ്കുമപ്പൂ സീരിയൽ എത്ര വർഷമായാലും ഒരിക്കലും ആദ്യം മനസ്സിൽ നിന്ന് പോകാത്ത ഒരു സീരിയലായതുകൊണ്ടും ഞാൻ സ്ഥിരം കാണുന്ന സീരിയലായതുകൊണ്ടും എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി പിന്നെ പേഴ്സണലായിട്ടുള്ള ക്യാരക്ടറൊക്കെ നമുക്ക് ബിഗ് ബോസിലൂടെ പുറത്ത് വരുമ്പോൾ അറിയാം എങ്ങനെയാണെന്ന്. എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അടുത്തതായിട്ട് പിന്നെ കയറിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവീൻ എന്നാണ്. ഒരു ഫാഷൻ ഡിസൈനിങ്ങാണ്. പുള്ളിക്കാരനും തരക്കേടില്ലാത്ത ആളാണ്. പൂച്ചയുടെ സ്വഭാവമായിട്ട് മാന്തുന്ന സ്വഭാവമായിട്ട് കയറുവാണ്. മാന്തിപ്പറിക്കോ ആന്തൽ കിട്ടുമോ ദൈവം തമ്പുരാൻ അറിയാം. അപ്പം അടുത്തതായിട്ട് ഇത്രയും പേരെയാണ് ബിഗ് ബോസിലോട്ട് കയറിയിരിക്കുന്നത്. നമുക്ക് അടുത്ത ആരാണെന്ന് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഓക്കെ.